ലോഹി മരിച്ച് കഴിഞ്ഞ ശേഷം, മരിച്ച അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല, എനിക്കത് കാണണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നും വൈകുന്നേരം ഒരു 7 മണി 8 മണിയാകുമ്പോൾ എന്നെ വിളിക്കും. വിളിച്ചിട്ട് ഫോണിലൂടെ കരച്ചിലാണ്. ഈ ലോഹിയെ പറ്റി പറഞ്ഞ് ഇങ്ങനെ പദം പറഞ്ഞ് കരച്ചിലാണ്. അല്ലാതെ ഈ അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ വന്നാൽ ഒരു ശിതയോടെ ഒരുക്കേണ്ടി വരും. അത് തന്നെ, അതെ. മുരളിയുടെ ജീവിതത്തിൽ അവസാന കാലത്ത് സംഭവിച്ചത് 3 മരണങ്ങൾ മുരളിയെ ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു. ഒന്ന് നരേന്ദ്രപ്രസാദിന്റെ മരണം 2003. ആ നരേന്ദ്രപ്രസാദിന്റെ ബോഡിയുമായിട്ട് കോഴിക്കോട് മുതൽ മാവേലിക്കര വരെ മുരളി ഒരേ ഒരാളാണ് സഞ്ചരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വയ്യ. വേറെ ആരുമില്ല. മുരളി അടങ്ങുന്നവരവിടെ തന്നെ പിന്നെ തീരുന്നിട പോലെ രാത്രി മുഴുവൻ ഞങ്ങൾ അവിടെയായിരുന്നു. പ്രസാദിന്റെ മരണം, 2ാമത്തെ മരണം കടമ്മനിട്ട ലോഹി. അപ്പോ ഇതെല്ലാം കഴിയുമ്പോ പിന്നെ എന്തിന് ജീവിതം എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഒരു ശൂന്യതാഭാഗത്തിലേക്ക് പോയതുപോലെ തോന്നിയിരുന്നു. അതാണ് അവസാന കാലത്ത് ഭയങ്കരമായിട്ട് സംഭവിച്ച ഒരു ഭയങ്കര ഡിപ്രഷനായിരുന്നു.